തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കണ്ണൂരിൽ CPM വ്യാപകമായിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ്. വീടുകൾ കയറി റോഡിൽ പരാക്രമം നടത്തിയും അടിച്ചമർത്തൽ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ CPM UP മോഡൽ രീതിയാണ് കേരളത്തിലും നടത്താൻ പോകുന്നത്. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ജനാധിപത്യമെല്ലാം തച്ചുടച്ച് ഞങ്ങൾ ആക്രമണ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്ന് CPM കാണിച്ചു തരികയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ അത് പൊട്ടിത്തെറിച്ച് ഒരാളുടെ കൈപ്പത്തി പോയിട്ടും പോലീസ് അത് പൊട്ടിയതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നതിനെതിരെ ആഞ്ഞടിച്ചെത്തുകയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ. അതേസമയം എതിരാളികളെ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കുന്നവർക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുകയാണെന്നും ആയുധം താഴെ വയ്ക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ശബരിമല യഥാർത്ഥ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിതരണം ചെയ്യുകയും പകരം വ്യാജ ശില്പം ചെന്നൈയിലേക്ക് അയക്കുകയും ചെയ്തുവെന്നും സതീശൻ ഈ നിമിഷത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ഇതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. തനിക്കെതിരെ 2 കോടി രൂപയുടെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ച കടകംപള്ളി കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അത് 10 ലക്ഷമായി കുറച്ചത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പരിഹസിച്ച് ഇറങ്ങിയ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തെയും അദ്ദേഹം വിമർശിച്ചു. 11 വർഷം മുൻപ് K കരുണാകരനെ പരിഹസിച്ചുകൊണ്ട് ഇതേ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ CPM പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. അത് കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്ത സതീശൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയ്യപ്പനെ സ്വർണം കവർന്നവരെ സംരക്ഷിക്കുന്ന CPM നിലപാടാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വ്യാപകമായ അതിക്രമങ്ങളാണ് CPM നേതൃത്വത്തിൽ നടക്കുന്നത്. പയ്യന്നൂരിലും പാനൂരിലുമെല്ലാം കൈബോംബുകളും വടിവാളുകളുമായി ചില അക്രമി സംഘങ്ങൾ CPM അക്രമി സംഘങ്ങൾ അരിഞ്ഞാടുകയാണ്. പോലീസ് നോക്കി നിൽക്കുകയാണ് പല സ്ഥലത്തും. മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ബോംബ് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു CPM-കാരന്റെ കൈപ്പത്തി ഇല്ലാതായി. എന്നിട്ടിപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പോലീസ് ഇങ്ങനെ അപഹാസ്യമാക്കരുത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം പാർട്ടിക്കാരൻ എതിരാളികളെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ്. മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ക്രിമിനലുകൾക്ക് കൈബോംബുണ്ടാക്കി എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വന്തം ഗ്രാമത്തിൽ. എന്നിട്ട് പോലീസിനെ കൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ അത് പടക്കമാണ് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ പരിഹാസപാത്രമാക്കി മാറ്റുക. ഇത് അവസാനിപ്പിക്കണം. നിങ്ങൾ ആയുധം താഴെ വെച്ചേ മതിയാവൂ. നിങ്ങൾ പോലീസ് ഭരിക്കുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ അക്രമികളെ കൊണ്ടുവരണം. ഈ ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കണം. ബോംബുണ്ടാക്കുന്നവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ബോംബ് എറിയുന്നവന്റെയും കണ്ടില്ലേ പരസ്യമായി വടിവാളുകളുമായി ആളുകളെ ആക്രമിക്കുകയാണ്. പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. കൊല്ലുവെന്ന് പറയുകയാണ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കുകയാണ്. എത്ര ഹീനമായിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രതികാരം ചെയ്യുന്നത്. ഇതിനെ എല്ലാം ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായ രീതിയിൽ ഞങ്ങളിത് പ്രതികരിക്കും. ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രവർത്തകരെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കില്ല. അവരെ സംരക്ഷിക്കാനുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ആദ്യം ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ക്രിമിനലുകൾക്കെതിരായി നടപടിയെടുക്കണം. പോലീസിനെ പരിഹാസപാത്രമാക്കരുത്. പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കണം. ഇവരോട് ആയുധം താഴെ വയ്ക്കാൻ പറയണം. അതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഇതില്ലെങ്കിൽ ഞങ്ങൾ അതുമായി മറ്റു നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അയാൾ വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ആരെങ്കിലും വെല്ലുവിളിക്കോ? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. അതേ 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷമായിട്ട് കുറഞ്ഞത്? എങ്ങനെ കുറഞ്ഞത് 10 ലക്ഷം? കോടതിയിൽ കേസ് നടക്കുമ്പോ അല്ലേ അത് അപ്പോഴല്ലേ നടത്തണത്? തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ. അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്ന മാത്രമല്ലേ വാദം തുടങ്ങിയിട്ടുള്ളൂ. അവിടെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ തെളിവ് ഹാജരാക്കിക്കൊള്ളാന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ, അതായത് വിൽഫുൾ പർച്ചേസറിന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത്.
എന്നുവെച്ചാൽ ഇത് മേടിക്കുന്നത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവന് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. പിന്നീട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നത്തെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കച്ചവടം നടന്നത്. എന്നിട്ട് അതിനു പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ഒറിജിനൽ വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കാണ് വിറ്റതെന്നേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുള്ളൂ. അദ്ദേഹം അറിയണ്ടേ, അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. മാത്രമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലേ. CPM-ന്റെ പത്മകുമാർ മുൻ MLA ആയിരുന്ന ആളാ CPM-ന്റെ, ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതേ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് CPM വെച്ചേക്കുന്ന ആളുകളാണ്. CPM വെച്ചേക്കുന്ന ആളുകൾ അവിടെ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത്. അതിന്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരായിക്കോളാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJP-ക്കാര് ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം CPM-ന്റെ പറയുന്നത്, എന്റെ സ്നേഹിതനാണ്, അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കൈയിട്ടുണ്ടാ നിൽക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളിൽ കൈയിട്ടുണ്ടാ രാജു എബ്രഹാം നിൽക്കുന്നത്. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഗോവിന്ദൻ പറഞ്ഞ നടപടിയെടുക്കില്ലെന്നാണ്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ്. ഇല്ല, നടപടിയെടുത്താൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ്. ഇനി ഈ ഗാനത്തിന്റെ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 11 വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ്, സ്പീഡിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ട് K. കരുണാകരൻ. അത് കുറെ നാൾ കഴിഞ്ഞതിന് പണ്ടുണ്ടായതാണ്. ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിന് കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തിഗാനം ഉപയോഗിച്ചൊരു പാരഡി CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കൈരളിയിൽ CPM-ന്റെ കൈരളിയിൽ രണ്ട് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ട് അത് പാടിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് ഞാൻ തരാം. ഇതേ പാട്ടിൽ. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ പറയുമ്പോ ഒന്ന് പഴയ കാര്യം കൂടെ ഓർക്കണം. അപ്പൊ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K. കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം അല്ലേ. സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടത്തെ വാദമാണിത്?